പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഡിസംബർ മാസം 10 വ്യാഴാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ സ്വർഗീയ അപ്പ നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും നമ്മൾ മറക്കരുത്. ഈ പ്രഭാതത്തിൽ കർത്താവ് നമുക്ക് ചെയ്ത ഉപകാരങ്ങളെ ഒന്നും മറക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടവരരുത്. ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചത് ഒരു വലിയ പദവിയായിട്ട് കാണണം. കാരണം കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ എന്നൊക്കെയും നമ്മുടെ കർത്താവ് നമ്മളെ വിടുവിച്ചു. തൻ്റെ ദൂതന്മാരെ കൽപ്പിച്ചയച്ച് നമ്മളെ കാവൽ ചെയ്തു. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കുമായിട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ട് കർത്താവിന് നന്ദി പറഞ്ഞാട്ട് ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തുപരിപാലിച്ചതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രം പിതാവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങളെ ഉയർത്തി സ്തോത്രം പറ. സ്തോത്രം കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കൃപകൾക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം അപ്പാ, സ്തോത്രം 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 സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, 47 സങ്കീർത്തനങ്ങളുടെ ആരംഭ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു: സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവീൻ, ജയഘോഷത്തോടെ ദൈവസന്നിധിയിൽ ആർക്കുവീൻ. ആമേൻ. അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവാകുന്നു. 6 ഭാഗം പറയുന്നു, ദൈവത്തിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ, നമ്മുടെ രാജാവിന് സ്തുതി പാടുവീൻ, സ്തുതി പാടുവീൻ. ദൈവം സർവ്വഭൂമിക്കും രാജാവാകുന്നു. ഒരു ചാതുര്യ കീർത്തനം പാടുവിൻ. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ ദൈവം ഇങ്ങനൊരു അവസരം നമുക്ക് തന്നിരിക്കുമ്പോൾ സന്തോഷത്തോടെ വേണം കർത്താവിന് സ്തോത്രം പറയാൻ കേട്ടോ. ആനന്ദത്തോടെ, ആമേൻ ആമേൻ, ഉല്ലാസത്തോടെ കർത്താവിന് സ്തോത്രം പറയണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുകയല്ലോ. അതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമനപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്ന കർത്താവേ, കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അപ്പാ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇത്രത്തോളം യഹോവ ഞങ്ങളെ സഹായിച്ചു. ഗ്ലോറി. ഇത്രത്തോളം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളെ നടത്തി. സ്തോത്രം. ഇനിയും നടത്തുവാൻ വിശ്വസ്തനായ ഞങ്ങളുടെ പിതാവിൻ്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുക. അപ്പം അങ്ങയുടെ അടുക്കലേക്ക് നോക്കിയവർ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ഞങ്ങളും ലജ്ജിക്കത്തില്ല. ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. അപ്പം ഞങ്ങൾ ഒരുമനപ്പെട്ട് നോക്കുക. അങ്ങ് ഞങ്ങളുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നതിനായി സ്തോത്രം. അപ്പം ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പം അങ്ങയുടെ തിരുമുഖം ഇവരുടെ മേൽ പ്രകാശിപ്പിച്ച് അങ്ങയുടെ തിരുക്കരം ഇവർക്ക് വേണ്ടി നീട്ടി ഇവരെ ഈ പകൽക്കാലം അനുഗ്രഹിച്ചു വഴി നടത്തുന്ന അങ്ങയുടെ കൃപകൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ ആമേൻ. യൂറിക് ആസിഡ് കൂടി ആമേൻ ആമേൻ വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ, അതിൻ്റെ കോംപ്ലിക്കേഷനാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ നോർമലാകട്ടെ. വേദനകൾ യേശുവിൻ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ഹല്ലേലൂയ. കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്രിട്ടിക്കൽ കണ്ടീഷനിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടുവിപ്പാൻ യേശുവിൻ്റെ കരം നീട്ടപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങനെ കരങ്ങളിലേക്ക് സകല രോഗികളെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും രോഗികളായിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന സ്തോത്രം. അതുപോലെ കർത്താവേ, ഹല്ലേലൂയ, സാമ്പത്തികമായ ബുദ്ധിമുട്ടിൽ കഴിയുന്നവർ, ജോലിയിൽ പ്രയാസം അനുഭവിക്കുന്നവർ, ബിസിനസ്സിൽ ക്ഷീണിതരായിരിക്കുന്നവർ ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുന്ന പകൽക്കാലമായി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കുന്ന പകൽക്കാലമായി മാറട്ടെ. അതുപോലെ കർത്താവേ, ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷിക്തന്മാരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മേലും അങ്ങയുടെ മഞ്ഞും മഴയും പെയ്യുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ കൃപ ആമേൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകരുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ കർത്താവെ, ഹല്ലേലൂയ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്ന കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവെ. പ്രോപ്പർട്ടിയുടെ ഡീലുമായിട്ടുള്ള ബന്ധത്തിൽ വിഷമത്തിലിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യണമേ കർത്താവെ. അങ്ങ്
ആളും സഹായവുമായി ഇറങ്ങി ദൈവം നീതി പാലിച്ചു കൊടുക്കുന്നതിന്, ദൈവം ന്യായം പാലിച്ചു കൊടുക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. നീതിമാനായ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ന്യായം വിധിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ. അങ്ങയുടെ തിരുക്കരം ഇന്ന് പകൽക്കാലം നീട്ടി പ്രവർത്തിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും കർത്താവിൻ്റെ സമാധാനവും സ്വസ്ഥതയും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. പ്രത്യേകിച്ച് ഓർപ്പിക്കാനുള്ളത്, നാളെ മുതൽ നമുക്ക് 21 ഡേയ്സ് ഉപവാസ പ്രാർത്ഥന ആരംഭിക്കുകയാണ്. 21 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് നാളെ മുതൽ നമ്മൾ ആരംഭിക്കുന്നു. നാളെ നമുക്ക് സഭായോഗമുണ്ട്. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കണം. എന്നിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകം ഒരുങ്ങണം. ഇന്നത്തെ ദിവസം ഒരുങ്ങി, ഇന്നത്തെ ദിവസം സഭായോഗത്തിന് വേണ്ടി ഒരുങ്ങണം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്, കർത്താവ് നമ്മളെ കഴിഞ്ഞ ഈ ഒരു വർഷം അത്ഭുതകരമായി പരിപാലിച്ചു. കർത്താവ് അനുവദിച്ചാൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള തയ്യാറെടുപ്പുകളിലാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഒരുക്കത്തോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കർത്താവിൽ നിന്ന് ചിലതൊക്കെ പ്രാപിച്ച് കർത്താവിന് നന്ദിയും സ്തുതിയും സ്തോത്രവും ഒക്കെ അർപ്പിച്ച് പുതിയൊരു വർഷത്തിലേക്ക് കയറണം എന്നുള്ളതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ കർത്താവല്ലേ നടത്തിയത്, നമ്മളെ കർത്താവല്ലേ പരിപാടി. നമ്മളെ ഈ പ്രതിസന്ധികളുടെ നടുവിലും പ്രശ്നങ്ങളുടെ നടുവിലും ഈ രോഗങ്ങളുടെ നടുവിലും മഹാമാരിയുടെ നടുവിലും ഒക്കെ കർത്താവ് നമ്മളെ എത്രയോ ശ്രേഷ്ഠകരമായി നടത്തി. അപ്പം നമ്മൾ അനങ്ങാതിരിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവിനെ സ്തുതിച്ചു പാടി ഈ വർഷം കയറണം. അതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ഉപവാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും അതിനുവേണ്ടി ഒരുക്കണം. കുടുംബമായിട്ട് വേണം കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുവാൻ. ആമേൻ. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അയ്യോ, മറ്റുള്ളവരൊക്കെ പല കാര്യങ്ങളിൽ ഇടപെടുന്നല്ലോ, അവരൊക്കെ എൻജോയ് ചെയ്യാൻ പോകുന്നല്ലോ എന്നൊന്നും പറഞ്ഞ് നിങ്ങളുടെ സമയം നിങ്ങൾ കളയല്ലേ. എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കണം. എങ്ങനെ പങ്കെടുക്കണം? നിങ്ങൾ കുടുംബത്തോടു കൂടെ അന്ന് ഇരുന്ന് വേണം പങ്കെടുക്കുവാൻ. കാരണം എന്നാന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മളെ കുടുംബമായിട്ടാണ് പരിപാലിച്ച്, കർത്താവ് നമ്മളെ കുടുംബമായിട്ടാണ് സൂക്ഷിച്ച്. അതുകൊണ്ട് യോശുവയെ പോലെ ഞാനും എൻ്റെ കുടുംബം, ഞങ്ങൾ ആരെന്താ പരിപാടിക്ക് പോയാലും അവർ എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റിന് പോയാലും കർത്താവിനെ ആരാധിക്കേണ്ട സമയം ഞങ്ങൾ മാറ്റിവെക്കും. 31-ാം തീയതി വരെ കർത്താവ് അനുവദിച്ചാൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് പുതിയ വർഷത്തിലേക്ക് കയറുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് നമ്മുടെ ശക്തിയെ പുതുക്കി തരും. കർത്താവ് നമ്മുടെ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുവാൻ ഉള്ള പ്രാഗൽഭ്യം ദൈവം നമുക്ക് തരും. യെശയ്യാവിൻ്റെ പുസ്തകം 40-29-30 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നത്, അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ. അപ്പം ഇതിൻ്റെ മുകളിലത്തെ 2 ഭാഗങ്ങൾ, എങ്കിലും എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലത്തെ വാക്യങ്ങൾ ഇതിനോട് കണക്റ്റഡാണ്. എന്താണ്? അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവൻ എന്ത് കൊടുക്കുന്നു? ബലം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു പ്രത്യേകതയാണ്, കർത്താവിൻ്റെ ശക്തി അവൻ ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിലേക്ക് പകർന്നു കൊടുക്കും. ബലമില്ലാത്തവന് കർത്താവ് എന്ത് ചെയ്യും? ബലം കൊടുക്കും. ക്ഷീണിച്ചിരിക്കുന്നവനെ കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് ബലം കൊടുക്കും. ഹല്ലേലൂയ. ശക്തി ഇല്ലാത്തവന് ശക്തി കൊടുക്കും, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി കൊടുക്കും, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നു. എന്ന് പറയാം, ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, യൗവനക്കാർ എന്ന് വെച്ചാൽ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ ബാല്യക്കാർ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ യൂത്ത്സ് ഷാൽ ഫെയിൻ എന്ന് പറഞ്ഞു. അപ്പം ചെറുപ്പക്കാർ, യൗവനക്കാർ, അതാണ് ബാല്യക്കാർ. എന്തു പറ്റും? അവർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാർ ഇടറി വീഴും. എന്ന് വെച്ചാൽ ഈ ലോകപരമായി നോക്കുമ്പോൾ മിടുക്കന്മാരെന്ന് പറയുന്ന, ശക്തിയുള്ളവരെന്ന് പറയുന്ന, കഴിവുള്ളവരെന്ന് പറയുന്ന പലരും ഇടറിപ്പോകുമ്പോൾ, പലരും തളർന്നു പോകുമ്പോൾ, പലരും സ്ഥിതി അവരുടെ വഷളായി മാറുമ്പോൾ, അങ്ങനെയാണല്ലോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിച്ച അവരൊക്കെ ഭയങ്കരമായിരിക്കും, ഇവരൊക്കെ ഭയങ്കരമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടും ഈ പ്രതിസന്ധികളുടെ മധ്യത്തിൽ അനേകർ തളർന്നു പോയപ്പോൾ, അനേകർ ഇരുന്നു പോയപ്പോൾ, അനേകർ എല്ലാം നഷ്ടപ്പെട്ട അനുഭവത്തിലിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം പറയും, എങ്കിലും അപ്പോൾ ബാല്യക്കാരും യൗവനക്കാർക്കും ഒക്കെ ക്ഷീണം വന്നാലും, പ്രതിസന്ധി വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, എങ്കിലും എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ അങ്ങനെ വന്നാലും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ, അതായത് കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുന്നവർ, കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നവർ, കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവർ, കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി കർത്താവിൽ നിന്നും അനുഗ്രഹം കാത്തിരിക്കുന്നവർ എന്തു ചെയ്യും? അവർ ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കും. കാരണം എന്നാണെന്നറിയാമോ? കർത്താവിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ കർത്താവിലുള്ള ഒരു കൈമാറ്റം നമ്മളിലേക്ക് വരും.
കർത്താവിലുള്ള ആ ദിവ്യശക്തി നമ്മളിലേക്ക് കൈമാറും. അപ്പോൾ ആ ദിവ്യശക്തിയാൽ നമ്മൾ നിറയുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ തളർന്നു പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആമേൻ. നമ്മൾ പരാജിതരാകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. നമ്മൾ നിരാശപ്പെട്ടു പോകുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഈ 21 ഡേയ്സ് നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുക. ഉപവാസം എന്ന് പറഞ്ഞാൽ അവൻ്റെ കൂടെ വസിക്കുക. കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുക എന്ന് പറഞ്ഞ് ആ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി കർത്താവിനെ ആരാധിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ദിവസങ്ങളാണ് ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്ത് പറ്റും? ബാല്യക്കാരും യൗവനക്കാരും ഒക്കെ ഇടറി വീണാലും, ചുറ്റും ഒരു വശത്ത് 1000 വീണാലും വലതുവശത്ത് 10,000 വീണാലും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് കർത്താവ് എന്നെ എന്ത് ചെയ്യും? കർത്താവ് എന്നെ ശക്തീകരിക്കും, കർത്താവ് എന്നെ ബലപ്പെടുത്തും, കർത്താവ് എന്നെ എഴുന്നേൽപ്പിക്കും, കർത്താവ് എന്നെ ഉയർത്തും, കർത്താവ് എന്നെ മാനിക്കും. എൻ്റെ ആവശ്യങ്ങളിൽ കർത്താവ് ഇടപെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദര, നിങ്ങൾ എത്ര വലിയ ആളായിക്കോട്ടെ, സഹോദരി, നിങ്ങൾ വലിയ പദവിയിലുള്ള ആളായിക്കോട്ടെ, ഈ 21 ഡേയ്സ് കർത്താവിൻ്റെ കൂടെ ഇരിക്കണം കേട്ടോ. കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. നിങ്ങൾ കുടുംബമായിട്ട് വൈകിട്ടത്തെ നമ്മുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം. അതുമാത്രം പോരാ, പകൽക്കാലം മുഴുവൻ നമുക്കൊരു ബോധ്യം ഉണ്ടാണ്, ഞാൻ ഈ ഉപവാസത്തിൻ്റെ ദിവസങ്ങളായി, എൻ്റെ സ്പെഷ്യൽ ഡേയ്സാണ്, ഞാൻ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന ദിവസങ്ങളാണ്, ഇനി അടുത്തൊരു വർഷത്തേക്കിന് കർത്താവിൽ ഞാൻ പ്രാപിക്കുന്ന ദിവസങ്ങളാണ് എന്നൊരു ബോധം നമുക്ക് പകൽക്കാലവും നമ്മുടെ ജോലി സ്ഥലത്തും നമ്മൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ പോകുമ്പോൾ നമുക്കുണ്ടാകണം. കാരണം കർത്താവിൽ നിന്ന് എന്നിലേക്കൊരു പകർച്ച നടക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് ഞാൻ വെരി കെയർഫുള്ളായിട്ടായിരിക്കണം നമ്മുടെ ഈ ദിവസങ്ങൾ നമ്മൾ മുൻപോട്ട് നയിക്കുന്നത്. ആമേൻ. എന്ന് വെച്ചാൽ മറ്റുള്ള പല കാര്യങ്ങളിൽ നിന്നും മാറി, മറ്റുള്ള പല എൻ്റർടൈൻമെൻറ്റുകളിൽ നിന്നും മാറി, ആമേൻ, ഒഴിവുള്ള അവസരങ്ങളെല്ലാം കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാനും ദൈവവചനം വായിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും വേണ്ടി സമയം മാറ്റിവെക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഉപവസിച്ചെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ. അല്ലാതെ കുറച്ച് നേരം, ഒരു നേരം അല്ലെങ്കിൽ 2 നേരം അല്ലെങ്കിൽ ഫുൾ ടൈം ആഹാരം മാറ്റി വെച്ചത് കൊണ്ട് മാത്രം പ്രയോജനമാകത്തില്ല. കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാൻ സമയം കണ്ടെത്തണം. നിങ്ങളുടെ ഓഫീസിലെ ലഞ്ച് ബ്രേക്കുകൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. ഇടയ്ക്കുള്ള ബ്രേക്കുകൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. ഹല്ലേലൂയ. കൂടാതെ ഹല്ലേലൂയ, നിങ്ങളുടെ ഭവനത്തിൽ പതിവിൽ കൂടുതൽ സമയം കർത്താവിൻ്റെ കൂടെ ഇരിക്കണം. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് പുതിയ കൃപകളെ പ്രാപിപ്പാൻ കഴിയും. പുതിയ വർഷത്തിലേക്ക് പുതുശക്തിയോടുകൂടെ നമുക്ക് കയറുവാൻ കഴിയും. ഇന്നലെ പറഞ്ഞ ഒരു ഉദാഹരണമുണ്ടല്ലോ, ഒരു കോഴിക്കുഞ്ഞുങ്ങളിലൂടെ വളരുന്ന കഴുകൻ്റെ കുഞ്ഞ്. അവൻ ആ കഴുകൻ്റെ കുഞ്ഞ് കോഴിക്കുഞ്ഞിൻ്റെ സ്വഭാവത്തിൽ അവൻ താഴോട്ട് നോക്കി ചകഞ്ഞ് പുഴുവിനെയും ഇതും തീറ്റയൊക്കെ തിന്ന് നടക്കുക. അപ്പം എന്തു വന്നാലും അതിന് ഭയമാണ്. മുകളിലോട്ട് നോക്കിയപ്പം ഒരു ദിവസം ഒരു കഴുകൻ പറന്നു പോകുന്നത് കണ്ടു. അപ്പം കോഴിക്കുഞ്ഞിനോട് പറഞ്ഞതാണ്, അവരൊക്കെ പറക്കുന്നല്ലോ, നമുക്കും പറക്കാൻ പറ്റും. അപ്പം കോഴിക്കുഞ്ഞുങ്ങൾ പറഞ്ഞു, എടാ, അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും മനക്കോട്ടകളൊന്നും കെട്ടണ്ട. കാരണം നമ്മൾ അങ്ങനെ പറക്കാനുള്ളവരല്ല. നമ്മളെ വിളിച്ചത് ഇങ്ങനെ ജീവിക്കാൻ. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളാണ്. പക്ഷെ കഴുകൻ്റെ കുഞ്ഞ് വിട്ടുകൊടുത്തില്ല. പിന്നെയും കഴുകൻ പറക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ചിന്ത വന്ന് അവസാനം ഈ കഴുകൻ്റെ കുഞ്ഞും പറന്ന് കയറുവാനിട വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇങ്ങനെ സാധാരണ ജീവിതം നയിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല. യേശു ക്രിസ്തുവിനെ ഉള്ളിൽ വഹിക്കുന്നവരാണ് നമ്മൾ. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാണ് നമ്മൾ. സൂപ്പർ നാച്ചുറൽ ജീവിതം അവൻ ആദിമ സഭയിലെ അപ്പോസ്തലന്മാർ നയിച്ചതുപോലെ അവൻ അസാധാരണ വീര്യപ്രവൃത്തികളിലൂടെയും അസാധാരണമായ ദൈവശക്തിയിലൂടെയും ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് കഴുകൻ ചിറകടിച്ച് കയറുന്നത് പോലെ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലിലേക്ക് കയറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതുകൊണ്ട് എന്തു വേണം? ദൈവസന്നിധിയിൽ ഇൻവോൾവ് ആയിരിക്കണം. അവൻ ഉപവസിച്ചിരിക്കുക, കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വേലയിൽ ഇൻവോൾവ് ആയിരിക്കണം. കൂടുതൽ സമയം കർത്താവിൻ്റെ കൂടെ ചിലവഴിക്കണം. വചനം വായിക്കാനും പാട്ടുപാടാനും ആരാധിക്കാനും കൂട്ടായ്മ കൂടാനും ഒക്കെ കൂടുതൽ സമയം നമ്മൾ എന്നുള്ളതിനേക്കാൾ മാറ്റിവെച്ച് എന്നുള്ളതിനേക്കാൾ കൂടുതൽ സമയം കർത്താവിനോട് ഇരിക്കുമ്പോൾ അവൻ ബലഹീനതയെ മാറ്റി അവൻ ദിവ്യശക്തി നമ്മളിലേക്ക് പകർന്നു തരും. അവൻ ഇത് ഒരു കൈമാറ്റമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബലഹീനത അവന് നൽകുകയും ബലഹീനതയ്ക്ക് പകരം അവൻ്റെ ശക്തി നമ്മളിലേക്ക് പകരുകയും ചെയ്യും. അപ്പം നമ്മൾ അവൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അവനിൽ നിന്നുമുള്ള പകർച്ചയാണ് നമ്മളിലേക്ക് വരുന്നത്. അപ്പം ആ ഒരു ബോധത്തോടുകൂടെ ഈ ഉപവാസ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് കഴുകൻ ചിറകടിച്ച് കയറുന്നത് പോലെ അത് കണ്ടുകൊണ്ട് വേണം ഇരിക്കാൻ കേട്ടോ. പുതുശക്തി പ്രാപിക്കും, പുതുബലം പ്രാപിക്കും. പുതിയ വർഷത്തിലേക്ക് കർത്താവിനെ കയറ്റുമ്പോൾ പുതുശക്തിയോടെ സൂപ്പർ നാച്ചുറൽ പവറിൽ കയറുവാൻ തക്കവണ്ണം ഈ ഉപവാസ പ്രാർത്ഥന ഇടവരട്ടെ. അതുകൊണ്ട് എല്ലാവരും, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ലോകത്ത് എവിടെയാണെങ്കിലും ഈ നാളെ മുതൽ 21 ഡേയ്സ് 11-ാം തീയതി മുതൽ 31st വരെ ഉപവസിക്കുക, കർത്താവിൻ്റെ കൂടെ ഇരിക്കുക, അവൻ പ്രാർത്ഥിക്കുക, മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു.